ഈശോയിൽ പ്രിയ സുഹൃത്തുക്കളെ, സാന്റോ കാത്തലിക് മിഷൻ ലോക എവാഞ്ചലൈസേഷൻ്റെ പ്രസിദ്ധമായ ഒരു ടൂളായി ഇന്ന് യേശു ഉയർത്തിക്കഴിഞ്ഞു. ജോഫിൻ ജോണിൻ്റെ നേതൃത്വത്തിൽ ഒരു നല്ലൊരു ടീം ഈ വേൾഡ് എവാഞ്ചലൈസേഷന് വേണ്ടിയിട്ട് ഇന്ന് അണിനിരന്ന് കഴിഞ്ഞു. ഇതിനോടകം 10ഓളം ഭാഷകളിൽ പ്രാർത്ഥനകളും സുവിശേഷ പ്രഘോഷണങ്ങളും മറ്റ് എവാഞ്ചലൈസേഷൻ ടൂൾസും ലോകപ്രസിദ്ധമായി കഴിഞ്ഞു. ഇത് എല്ലാ ഭവനങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന മേഖലകളിലേക്കും എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മിസ്സാഗ രൂപതയുടെ പേരിൽ സാന്റോ മിഷന് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. നമുക്ക് ഈ എവാഞ്ചലൈസേഷൻ മിഷനെ, സാന്റോ മിഷണറി ടൂളിനെ നമുക്ക് എൻകറേജ് ചെയ്യാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായി ഇതിനെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മിഷണറി അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥനകളും ഭാവുകങ്ങളും വിജയങ്ങളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. കർത്താവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ അഷ്ടദിനങ്ങളിലൂടെ, പെസഹായുടെ അഷ്ടദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ ദിവസങ്ങൾ എല്ലാം ഈശോ വലിയ തിരക്കോടുകൂടെ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്കും അവരുടെ വിശ്വാസത്തിലേക്കും സഞ്ചരിക്കുന്ന ദിനങ്ങളിലൂടെയാണ് നമുക്ക് സുവിശേഷത്തിലൂടെ കാണാൻ സാധിക്കുക. കർത്താവ് എമ്മാവൂസിലേക്ക് പോയി അവർക്ക് അനുഭവം ഉണ്ടാക്കി കൊടുത്ത ശേഷം പിന്നീട് എമ്മാവൂസിലേക്ക് തിരിച്ചു വന്ന ശിഷ്യന്മാർ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ വിവരിക്കുമ്പോൾ ആ വിവരണത്തിൻ്റെ മധ്യേ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വീണ്ടും വന്നുകൊണ്ട് അവർക്ക് തൻ്റെ ശരീരഭാഗങ്ങൾ, കൈകളും കാലുകളും കാണിച്ചു കൊടുക്കുകയും
അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവരുടെ മനസ്സുകളും അവരുടെ കണ്ണുകളും അവരുടെ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള കണ്ണുകളും ഒക്കെ ദൈവം തുറക്കുകയാണ്. തുറന്നുകൊണ്ട് ഈ വചനം മനസ്സിലാക്കത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ കർത്താവ് കൂടുതൽ കൂടുതൽ ആത്മാവിനാൽ നിറയ്ക്കുന്ന കാര്യം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയാണ്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ അടയാളങ്ങൾക്ക് വേണ്ടി, അത്ഭുതങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്നവരാണ്. അതിലുപരി നിരന്തരം അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൽ നോക്കി കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കാൻ, കൂടുതൽ കൂടുതൽ ആത്മാവിൽ നിറയാൻ, വചനത്തിൻ്റെതായിട്ടുള്ള ആഴങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് വിലയർപ്പിച്ചുകൊണ്ട് നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും വിചാരങ്ങളെയും ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും നമ്മളേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവ്വശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, അതിനായക പുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ആയിക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങൾ കനിയണമേ. എന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, മാത്രം കർത്താവ്, മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ നാമത്തിൻ്റെ പ്രഖ്യാപനത്തിൽ വിവിധ ജനങ്ങളെ അങ്ങ് ഒന്നിപ്പിച്ചുവല്ലോ. അങ്ങനെ ജ്ഞാനസ്നാനം നീരുറവയാൽ നവജന്മം പ്രാപിച്ചവർ മാനസങ്ങളുടെ വിശ്വാസത്തിലും പ്രവൃത്തികളുടെ ആദരത്തിലും ഒന്നായി തീരാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്ന്. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. സൗഖ്യം പ്രാപിച്ച മുടന്തൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമൻ്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി. ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിന് ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നതെന്തിന്? അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളവനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവൻ്റെ മുൻപിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു. പകരം ഒരു കൊലപാതകിയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുൻപിൽ വച്ച് ഈ മനുഷ്യന് പൂർണ്ണാരോഗ്യം പ്രദാനം ചെയ്തത്. സഹോദരരെ, നിങ്ങളുടെ നേതാക്കളെപ്പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം. എന്നാൽ തൻ്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്നും പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്തത് അവിടെ നിന്നിങ്ങനെ പൂർത്തിയാക്കി. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. ആദ്യം മുതൽ
തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതുപോലെ സകലത്തിൻ്റെ പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. മോശ ഇപ്രകാരം പറഞ്ഞു: ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. സാമുവലും തുടർന്ന് വന്ന പ്രവാചകന്മാരെല്ലാവരും ഈ ദിവസങ്ങളെപ്പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രാഹത്തോട് അരുളി ചെയ്തു: ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്കാണ് നിയോഗിച്ചയച്ചത്. നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം, എത്ര മഹനീയം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിപ്പാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം, എത്ര മഹനീയം. എന്നിട്ടും അവിടുന്ന് അവനെ ദേവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടം അണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി. എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൽ കീഴിലാക്കി. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം, എത്ര മഹനീയം. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം, എത്ര മഹനീയം. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. അല്ലേലൂയ. സർവശുദ്ധനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷദായകം പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെയും മധുരങ്ങളെയും സംശുദ്ധമാക്കിയരണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കാലത്ത് വഴിയിൽ വെച്ച് സംഭവിച്ചത് അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞതും എവാമുസിൽ നിന്ന് വന്നവർ വിവരിച്ചു. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായവരോട് അരുളി ചെയ്തു: നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു: നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന്? എൻ്റെ കൈകളും കാലുകളും ഉണ്ട്, കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ച് നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. എന്നിട്ട് അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു: ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കഷ്ണം അർത്ഥമീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു: മോശയുടെ നിയമത്തിൽ പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതല്ലോ പൂർത്തിയാകേണ്ടിയിരിക്കുന്നെന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധീതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സവൻ തുറന്നു. അവൻ പറഞ്ഞു: ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിൽ അനുതാപവൻ്റെ നാമത്തിൽ ജെറൂസലേമിൽ ആരംഭിച്ച എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ബലിവേദിയിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന എന്നിന നൽകുന്നിതാ, കാഴ്ചയ നൽകുന്നിതാ. ബലിവേദിയിൽ അപ്പവും വീഞ്ഞിനുമൊപ്പം ദൈവമേ
നൽകുന്നിതാ. സഹോദരങ്ങളെ, നിങ്ങളുടെയും ബലി സർവ്വശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായ അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ് നവജന്മം പ്രാപിച്ചവർക്ക് വേണ്ടിയും സ്വർഗീയ സഹായത്തിൻ്റെ വർധനയ്ക്ക് വേണ്ടിയും സന്തോഷത്തോടെ ഞങ്ങൾ അർപ്പിക്കുന്ന ബലിവസ്തുക്കൾ കരുണയോടെ സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ ദിനത്തിൽ അങ്ങേ മഹാമഹിമയുടെ ഏറ്റുപറയുന്ന യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ അവിടെ നിന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്തിൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാസ്ത്രികന്മാരും മലാഹവൃതങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധരാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കുക, സമാധാനങ്ങൾ ഓർക്കുക, സന്തോഷങ്ങൾ ഓർക്കുക, നന്ദി പറയുക. അപ്പച്ചനെയും അമ്മച്ചിയൊക്കെ നൽകി അനുഗ്രഹിച്ചതിന്, മകനെയും മകളെ നൽകി അനുഗ്രഹിച്ചതിന്, ജീവിത പങ്കാളി നൽകി അനുഗ്രഹിച്ചതിന്, രോഗങ്ങൾ മാറ്റിയതിന്, എല്ലാത്തിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിച്ചതിന്, കടബാധകളൊക്കെ എല്ലാം മാറിയതിന് എല്ലാത്തിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കും. ഒത്തിരിയേറെ മക്കൾ ക്യാൻസർ മൂലം വിഷമിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. സ്മിത എന്ന പേരുള്ള 2 സഹോദരിമാർ ക്യാൻസറാണ്. അതുപോലെ ജോൺസൺ എന്നൊരു അപ്പച്ചന് ക്യാൻസറാണ്. അതുപോലെ മാത്യൂസ് എന്ന അപ്പച്ചന് ബ്ലഡ് ക്യാൻസറാണ്. അതുപോലെ തന്നെ മോളി എന്ന സഹോദരിക്ക് നാവിൽ ക്യാൻസറാണ്. വിൻസി എന്ന മകൾക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്. അതുപോലെ തന്നെ ജോജോ എന്നൊരു മകന് ക്യാൻസറാണ്. അതുപോലെ തന്നെ ഷൈജൻ എന്ന സഹോദരനും ബ്ലഡ് ക്യാൻസറാണ്. പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കർത്താവിൻ്റെ ഈ ബലിയർപ്പണം യൂട്യൂബിലൂടെ സാന്തോ മിഷൻ ചാനലിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജോഫിനെയും എബിനെയും ജിക്സിനെയും ഗ്ലെന്നെയും ക്രിസ്റ്റിയെയും പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരവലത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കാൻ, അവിടെ എല്ലാവിധമായ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുവാൻ, അതുപോലെ തന്നെ ഇതെല്ലാ ജനതകളുടെ ഹൃദയങ്ങളിലും എത്തുവാൻ, എല്ലാവരും അത് ദർശിക്കുവാൻ, ഈശോയെ അനുഭവിക്കുവാൻ, എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായിട്ട് മാറുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും ഇതെല്ലാം ചെയ്യാനായിട്ട് അവർ ചിലവഴിക്കുന്ന എല്ലാവിധമായ സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും അവരുടെ എല്ലാവിധമായ അസ്വസ്ഥതകളൊക്കെ മാറിപ്പോകുവാനായിട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം.
ആകയാൽ കർത്താവ് അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പോ രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെത്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ. താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമം വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന ജെയിംസ് പിതാവിനോടും വൈദികഗണത്തോടും മറ്റ് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ തിരകൊള്ളുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യവതിയുടെ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്തരോടും മധ്യജീവൻ പങ്കുചേരാൻ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധിതരായും ദിവ്യസ്വരൂപൽകൃതരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്ന ദിനങ്ങളിൽ സമാധാന കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശകൾ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിസ്റ്റ് പ്രാവശ്യങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നൽകാൻ തരുന്ന അപ്പോസ്തലൻ അരുളിച്ചത് കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസികൾ വാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ സംമിശ്രണം സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ശരീരത്തിലെ സ്വീകരണം എനിക്ക് ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിൽ എനിക്ക് മനസ്സിന് ശരീരത്തിന് സംരക്ഷണവും സ്വീകാര്യമായ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണ്ട് വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട ജനമേ, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ശക്തി പ്രഘോഷിക്കുവിൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ ഈ പരമപരിശുദ്ധ വിനിമയം ഞങ്ങൾക്ക് ഇഹലോക ജീവിതത്തിൽ സഹായം പ്രദാനം ചെയ്യുകയും നിത്യാനത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ദിവ്യകാരുണ്യനാഥേ പരിശുദ്ധ മറിയമേ ഔസേ പിതാവേ സെബസ്ത്യാനോസേ സകലശ്രേയസ്യായേ സകല വിശുദ്ധരേ സകല മാലാഖമാരേ അപേക്ഷിക്കണമേ. മറിയമേ എന്നാളും സ്തുതിക്കുന്നേ, നീ തന്നത് കനിവിൻ നിറകൂടം ഞങ്ങൾക്കാ. അമ്മേ വണങ്ങിടാം ആത്മീയ സ്തുതിയുമാ ഭൂമിതലം മെഴുകുതിരിയുമാ നിന്നിതാ. നന്ദി ചൊല്ലിടാം ദൈവജനനിയേ, കന്യാമറിയമേ എന്നാളും സ്തുതിക്കുന്നേ, നീ തന്നത് കനിവിൻ നിറകൂടം ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനുള്ള കത്തോലിക്കരുടെ പ്രാർത്ഥനാശീലങ്ങളെയും വിശ്വാസ ജീവിതത്തെയും ഏറ്റവും ശക്തിപ്പെടുത്താൻ ദൈവം ഈ കാലഘട്ടത്തിൽ ഒരുക്കിയ അപൂർവ ശുശ്രൂഷയാണ് സാൻഡോ കത്തോലിക്ക മിഷൻ. കോവിഡിൻ്റെ കാലത്ത് മനുഷ്യരെല്ലാം വിറങ്ങലിച്ച് നിന്നപ്പം നിരന്തര ജപമാല അർപ്പിക്കുവാൻ യൂട്യൂബിലൂടെ ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. 2024 ആകുമ്പോഴേക്കും 12 ഭാഷകളിലൂടെ 14 യൂട്യൂബ് ചാനലുകളിലൂടെ ഈ ശുശ്രൂഷാവേദി ദൈവജനത്തെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ ഒരു അടിപൊളി സ്പിരിച്വൽ ആപ്ലിക്കേഷനുമായി അവർ നമ്മെ സമീപിക്കുകയാണ്. സാൻഡോ കത്തോലിക്ക ആപ്പ്. നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷാവേദിയെ ഉയർത്തട്ടെ. നമ്മുടെയും സ്നേഹവും കൈത്താങ്ങും സാൻഡോ ആപ്പിനെ ലോകോത്തരമാക്കട്ടെ. സാൻഡോ ആപ്പ് ലോകത്തെ ഭരിക്കട്ടെ.